അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടുന്ന് തുടങ്ങാം, മള്ളിയൂർ ക്ഷേത്രത്തിലാണ്. അപ്പോൾ എനിക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പോൾ ഉദ്ദേശം സമയം 10 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റുമാനൂർ, കടപ്പാട്ടൂർ, അങ്ങനെ പിന്നെ ആദിത്യപുരം, അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്കൊക്കെ ഇന്ന് പോകണമെന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അമ്പലത്തിൽ മേളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം. പിന്നെ ഭക്ഷണമല്ല, കുറച്ച് ഭക്ഷണം ഇവിടുന്ന് വാങ്ങാൻ പറ്റുമോ നോക്കണം. അങ്ങനെ നമ്മുടെ പതിവ് പരിപാടി ഇതാണ്. മള്ളിയൂരത്തെ അന്നദാനം കൊടുക്കുന്ന സ്ഥലം. അവിടേക്ക് പോയി ഇതാ പ്ലേറ്റ്, പിന്നെ ഒപ്പം സ്പൂണുണ്ട്, അതും എടുത്ത് കഞ്ഞി കുടിക്കാൻ പോയി. രാവിലെ തന്നെ കഞ്ഞിയാണ്, ഒരു കിണ്ണം കഞ്ഞി, അതൊക്കെയുള്ള പുഴുക്ക് എല്ലാം ഉണ്ട്. ഇതാ ഇനിയിപ്പോൾ കുറച്ച് പകർച്ച ഒരു തൂക്കുപാത്രൻ്റെ കയ്യിലേക്ക് ഇട്ട് തരുന്നുണ്ട്, നിറച്ചിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ആളുടെ സംസാരം കേട്ടപ്പോൾ ഒരു പാലക്കാടൻ ചൊവ്വ. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചു, നോക്കുമ്പോൾ പാലക്കാട്ടുകാരൻ തന്നെയാണ്. അപ്പം പിന്നെ സംസാരമായി. അപ്പോൾ എനിക്ക് കഞ്ഞി തന്നത് നമ്മുടെ പാലക്കാടുള്ള രാജൻ. അപ്പോൾ 60 ദിവസമായി ഇവിടെ വന്നിട്ട് കഞ്ഞി കോരിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം 200 കിലോ 240 കിലോ കോരി. 200-240 കിലോ ഒരു ദിവസം ഉണ്ടാക്കണ്ടെന്നുള്ളതാണ് പ്രത്യേകത. കോരി നമ്മ തന്നെ കോരും. ഒരാൾ ഇവിടെ അച്ചാറിന് കൊടുക്കും, പിന്നെ ഒരാൾ നമ്മ തന്നെ വെക്കുന്നത്. ആരാ വെക്കുന്ന? ഒരു 2 വേറെ ആൾ, ഒരാൾ നമ്മുടെ ആൾ. ഓ, അവർ വെച്ച് ഇവിടെ കൊണ്ട് ഒഴിച്ചു തരും. അപ്പൊ രാവിലെ 5:30 മുതൽ 1 മണി വരെ. 1 മണിക്ക് പോയാൽ 4 മണിക്ക് വന്നാൽ മതി. പിന്നെ രാത്രി എത്ര മണി വരെ? 9 മണി വരെ. അന്നദാനം തുടർച്ചയായിട്ടുണ്ട്. അന്നദാനം തുടർച്ചയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൈം കഴിഞ്ഞ് നമുക്ക് പോവാം. ഷിഫ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 5000-6000 പേർക്കാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, വേറെ അമ്പലങ്ങളൊന്നും ഇങ്ങനെ അല്ല. ഇല്ലല്ലോ, വേറെ അമ്പലത്തിൽ ഇങ്ങനെ ഫുൾ ടൈം ഉണ്ടാകും. ഫുൾ ടൈം അന്നദാനമുള്ള വേറെ എവിടെ ഇല്ല. അതിനൊരു ടൈം ഉണ്ട്. ഒരു ടൈം 6 to 10 കഴിഞ്ഞാൽ അത് ക്ലോസ്. ഇവിടെ ഫുൾ ടൈം. ഇവിടെ തിരുമേനിന്റെ ഓർഡർ വന്നവരാരും പക്ഷേ പോകാൻ പാടില്ല. അങ്ങനെയാണ്. ഇത് കൊണ്ട് നേരെ കളഞ്ഞാലും ഇവിടെ ഭക്ഷണം കാണും. ഭക്ഷണം ബാക്കി വേണം. എന്തായാലും നല്ലൊരു മാതൃകയാണ്. തിരുമേനി അത് ചെയ്തില്ല വെച്ചാൽ തിരുമേനി ദേഷ്യം വരും. ഇത് ഇപ്പൊ ഉള്ള വലിയ തിരുമേനി, പരമേശ്വരൻ തിരുമേനി. മൂപ്പര് അങ്ങനെ നിറച്ച് വെക്കാൻ പറയും. നമ്മുടെ പരമേശ്വരൻ തിരുമേനിയുടെ ഒരു ഇഷ്ടമാണ് അത്. വരുന്ന ആരും പട്ടിണി കിടക്കരുത്, ഇവിടെ രാത്രി നിറച്ച് വെക്കും, വന്ന് കഴിക്കാം, ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, ഇനി കുറച്ച് കളഞ്ഞാലും വേണ്ടില്ല, ആരും പട്ടിണി കിടക്കരുത് എന്നുള്ളൊരു സങ്കല്പമാണ്. ശരിക്കും ഇതിനേക്കാളും വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ ഈ ഒരു മാതൃക കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. ഞാൻ മള്ളിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ അടുത്ത ക്ഷേത്രത്തിൽ പോകണം. കണ്ടോ, എനിക്ക് ഭഗവാന് ചൂടിയൊരു റോസാപ്പൂ എടുത്തു. പിന്നെ ഇവിടുന്ന് ഉണ്ണിയപ്പം വാങ്ങി. ഒരു പാക്കറ്റിന് 30 രൂപയുള്ളൂ. അപ്പോൾ അതും വാങ്ങി ഞാൻ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇനി അടുത്ത അമ്പലത്തിൽ വെച്ച് കാണാം. അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് എന്ന് വെച്ചാൽ സൂര്യദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പോയി നോക്കാം. ക്ഷേത്രത്തിലെ ആളുകൾ ആരും എത്തിയിട്ടില്ല തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി. ഇതാണ് നമ്മുടെ ആദിത്യപുരം സൂര്യക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ സൂര്യദേവനാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് സൂര്യകിരണങ്ങൾ ഇങ്ങനെ ചില ദിവസങ്ങളിൽ, പ്രത്യേക ദിവസങ്ങളിൽ പ്രതിഷ്ഠയിലേക്ക് സൂര്യകിരണങ്ങൾ എത്തും എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തു നിർമ്മാണ രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ട, സൂര്യഭഗവാൻ ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ പഴമ അതേപോലെ നിലനിർത്തിക്കൊണ്ട് നല്ല ഭംഗിയിലാണ് ക്ഷേത്ര നിർമ്മിതി കാണാനായിട്ട്. ഈ ക്ഷേത്രത്തിൽ രുദ്രാക്ഷത്തിൻ്റെ ഒരു മരം കാണാം. കണ്ടോ, വലിയൊരു രുദ്രാക്ഷ മരം ഇവിടെ ഉണ്ട്. ഇവർ നന്നായിട്ട് പരിപാലിച്ച് പോകുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് സൂര്യഭഗവാനും ഒപ്പം ഇതാ കിഴക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ട് ദുർഗാദേവിയാണുള്ളത്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് നമുക്ക് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ കാണാം. അപ്പം ഞാൻ ആദിത്യപുരത്തിലൊക്കെ പോയി സൂര്യഭഗവാനെയൊക്കെ തൊഴുതു. ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി ബസ് കയറാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാനിവിടുത്തെ വീടുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. കോട്ടയത്തെ വീടുകളുടെ നല്ല ഭംഗിയാണ് കാണാൻ. ജാതിമരമൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ. ഓപ്പോസിറ്റ് ഒരു നല്ലൊരു പട്ടിക്കുട്ടി പിന്നാലെ കൂടല്ലേ. അയ്യോ 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 അയ്യോ, പോയി. ബസ് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് എത്തി. വളരെ ഭംഗിയുള്ള ഗോപുരം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇന്ന് തിരുവാതിര നടക്കുന്നുണ്ട് അവിടെ. നല്ല ഭംഗിയുള്ള തിരുവാതിരക്കളി. ഇപ്പോൾ കുറേ നേരം തിരുവാതിരക്കളി ആസ്വദിച്ചു.
ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നമ്മുടെ വലിയ ബലിക്കൽ പുരയിൽ ഒരു വിളക്കുണ്ട്, കെടാവിളക്ക്. അതിൻ്റെ പേര് തന്നെ വലിയ വിളക്ക് എന്നാണ്. അതിൻ്റെ മഷി എടുത്തിട്ട്, അതിൻ്റെ കരി ഉണ്ടല്ലോ, അതെടുത്തിട്ട് കണ്ണെഴുതുക എന്നുള്ളത്. അപ്പോൾ കണ്ണിന് നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലൊക്കെ ആ വിളക്കിനെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ആ വിളക്ക് അവിടെ വെച്ചതിൻ്റെ പുറകിൽ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നും ഒരു 450 വർഷത്തോളമായിട്ട് കെടാതെ കത്തി നിൽക്കുന്ന, കാരണം അതിലേക്ക് എണ്ണ ഒഴിക്കുന്നതിലൂടെ വലിയൊരു വഴിപാടാണ്. അപ്പോൾ അത് കെടാതെ കത്തി നിൽക്കുന്നൊരു വിളക്ക് ഏറ്റുമാനൂർ അമ്പലത്തിലുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ അത് ശ്രദ്ധിക്കാം. വലിയ ബലിക്കൽ പുരയിലാണ് അതുള്ളത്. അങ്ങനെ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് അയ്യപ്പന്മാർ വിരിവയ്ക്കുന്ന സൗജന്യ വിരിപ്പന്തലുണ്ട്, ഇടത്താവളം. അതിനകത്തേക്ക് കയറാം. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ പോകുന്നിടത്തൊക്കെ empty ആയി കിടക്കുന്നുണ്ട്. എന്തായാലും നല്ല സൗകര്യമായി. പിന്നെ മള്ളിയൂരിൽ പാക്ക് ചെയ്ത ഭക്ഷണം ഉണ്ടല്ലോ, കഞ്ഞി, അത് വൈകുന്നേരത്തിരുന്ന് കഴിച്ചിട്ട് കുറച്ച് പേപ്പറൊക്കെ വിരിച്ച്, അവിടെ തുണിയൊക്കെ, കയ്യിലാകെ ഒരു തുണിയുള്ളൂ, അതൊക്കെ വിരിച്ച് കിടക്കുകയാണ്. ഇനി പതിയെ സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ട് സുഖമായി കിടന്നുറങ്ങാൻ പോവുക. ഇതാണ് ഇന്നത്തെ പരിപാടി. ബാക്കി നാളെ പറയാം.